ഹായ് മച്ചന്മാരെ, ഇത് എൻ്റെ തറവാട്ടിലുള്ള ചെറിയൊരു പടുതാക്കുളം കേട്ടോ. ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി. കണ്ടില്ലേ, ഫുൾ ഇലകളൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. മുകളിൽ തന്നെ ഒരു മാവുണ്ട്, അതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് ഇതിൻ്റെ മേലോട്ടാണ് വീണത്. ഈ ടാങ്കിൽ കുറച്ച് തിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ കേട്ടോ വാങ്ങിയിട്ടിട്ടുള്ളത്. അതല്ലാതെ കുറച്ച് ഗപ്പി പോലുള്ള കുറച്ച് മീനുകൾ ഇതിൽ കിടപ്പുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് തീറ്റിയിട്ട് നോക്കാം. അപ്പോൾ കണ്ടോ, മീനുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് ഫീഡൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ തിലോപ്പിയ പാറ്റിയിട്ടുണ്ടോയെന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം ഗപ്പികളുടെ ഇടയ്ക്കൊക്കെ വേറെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. ഇവർ വാങ്ങിയ തിലോപ്പിയുടെ ഉള്ളിൽ നാടൻ തിലോപ്പിയെ മിക്സ് ചെയ്തിട്ടുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. അതാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഇത് പാറ്റിയത്. നമ്മളിന്ന് ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകട്ടോ. ഇത് കുറേ കാലമായിട്ട് ക്ലീൻ ചെയ്യാതെ കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു ഓസ് ഇട്ടിട്ട് വെള്ളം തൊട്ടപ്പുറത്തെ കുളത്തിലോട്ട് കളയുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ തിലോപ്പിയ പാറ്റിയിട്ടുണ്ടെന്ന്. ഇതാട്ടോ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ. ഇതിപ്പോൾ എന്തായാലും നാടൻ തിലോപ്പിയ തന്നെയാണ്. അതാണ് ഇത്ര പെട്ടെന്ന് ഇത് പാറ്റിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 2 മാസം പോലും പ്രായമായിട്ടില്ല തിലോപ്പിയയ്ക്ക്. ഇത് ഗപ്പിയുടെ ഒപ്പം തന്നെ ഫ്രിഡ്ജ് ബോക്സിൽ കിടന്ന ചെറിയൊരു ഫൈറ്റർ ആട്ടോ. ഇതിലിട്ടപ്പോൾ വളരെ ചെറുതായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഒരു വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. 2 ഫൈറ്ററിന് ഇട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നിനെ മാത്രമേ കാണാനുള്ളൂ ഇതിൽ. അങ്ങനെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഈ തിലോപ്പിയനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് മാറ്റിയിട്ട് ഈ ചെളിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. നല്ല ചെളിയായിട്ടുണ്ട് താഴെ. എൻ്റെ ചേച്ചിയുടെ മക്കളാട്ടോ ഇതിൽ മീനെ വളർത്തുന്നത്. എൻ്റെ വീട്ടിലും വളർത്തുന്നുണ്ട്. അത് പക്ഷേ പടുതാക്കുളമല്ല, സിമെൻറ്റ് ടാങ്കാണ്. അതിൽ കൂടുതലും ഞാനിപ്പോൾ നാടൻ മുഷിയൊക്കെ ഉണ്ട് വളർത്തുന്നത്. കണ്ടോ, ഈ ഒരു സൈസ് ആയപ്പോഴാണ് ഈ തിലോപ്പിയൊക്കെ പാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും നാടൻ തിലോപ്പി ആവാനല്ലേ ചാൻസ് ഉള്ളൂ. അങ്ങനെ ടാങ്കൊക്കെ നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ കുളത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. ഇതിനു മുമ്പ് ഈ ടാങ്കിൽ നട്ടറിനെയൊക്കെ വളർത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തിലോപ്പിയനെ ഒരു 2 മാസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം. പിന്നെ അത്യാവശ്യം വളർച്ചയൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ഇതിനെ വീട്ടിലെ കുളത്തിൽ തന്നെ ഒന്ന് റിലീസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുളത്തിലാവുമ്പോൾ വലിയ നാടൻ തിലോപ്പിയ ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ കുളത്തിൽ വരാലിനെയൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറേ മുമ്പായിട്ട് നാടൻ തിലോപ്പിയുടെ ഇങ്ങനെ വളർത്തുന്നത് വളരെ നല്ലതാണ്. കാരണം ഇത് പെട്ടെന്ന് തന്നെ പെരുകി കുളത്തിൽ നിറയും. അപ്പോൾ വരാലിനൊക്കെ നല്ലൊരു ഫുഡാണ്. ലൈഫ് ഫുഡായിരിക്കുമല്ലോ കൂടുതലും വരാലൊക്കെ എടുക്കുന്നത്. അങ്ങനെ വെള്ളം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇലകളൊക്കെ ഇപ്പോഴും കുറേ മുകളിൽ കിടപ്പുണ്ട്. ഇനി ഇതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് മീനെ റിലീസ് ചെയ്താൽ മതി. തൊട്ടപ്പുറത്തെ കുളത്തിലെ വെള്ളമായിട്ട് ഇപ്പോൾ ഇതിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കലക്കലൊന്നും ഇല്ലാത്ത വെള്ളമാണ്. ഇനി ഒരു 2 മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഈ തിലോപ്പിയയ്ക്ക് വലിയ വളർച്ചയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഞ്ഞുങ്ങളെ ഇതിലോട്ട് ഇറക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ.